ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല കട്ടിയുള്ള ക്രീമി ആയിട്ടുള്ള തൈര് എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ തൈര് ഉണ്ടാക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ച് അതിനൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എന്നാലും നല്ല തിക്കായിട്ടുള്ള തൈര് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ഈ തൈരാവാനായിട്ട് ഒഴിച്ചു വെക്കണത്. മൺചട്ടി നിർബന്ധമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലാസ് ജാറുകളോ അല്ലെങ്കിൽ ബോട്ടിലുകളോ എന്തെങ്കിലും സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ യൂസ് ചെയ്യാം. തൈര് ഉണ്ടാക്കാൻ നമുക്ക് പാല് വേണം. നല്ല കൊഴുപ്പുള്ള പാല് നോക്കിയിട്ട് തന്നെ എടുക്കുക. അതായത് അധികം വെള്ളം ചേർക്കാത്ത പാല് വേണം നമുക്ക്. ഇവിടെ നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിലധികം വെള്ളമൊന്നും ചേർത്തുണ്ടാവില്ല, നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാല് അധികം വെള്ളം ചേർക്കാത്ത കൊഴുപ്പുള്ള പാലായിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml ഗ്ലാസ് അളവിൽ 3 ഗ്ലാസ് പാല്. ഈ പാലിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പാല് ലൂസായി പോവും. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പാട കിട്ടും, അടിയിലും പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാലിൽ ഇപ്പോൾ ഞാനൊട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത പാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടിയിട്ട് ഇത് തിളച്ചതിന് ശേഷം കുറച്ച് നേരം കൂടിയിട്ട് ഒന്ന് സിമ്മിലിട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ആവിയായിട്ട് പോകാനായിട്ട് അനുവദിക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ പാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടല്ലേ ഇതിരിക്കേണ്ടത്. ഇതിന് ചൂടാറണം, എന്നാലും നമുക്ക് ഒരൊഴിക്കാൻ പറ്റുള്ളൂ. ഒരൊഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് കുറച്ച് തൈര് എടുക്കും. എന്നിട്ട് അത് പാലിൽ ചേർക്കുന്ന തൈരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഒരൊഴിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അത് നാടൻ ശൈലിയിൽ പറയണതാണ്. പാല് ഫുള്ളായിട്ടും തണുക്കേണ്ട കാര്യമില്ല. ചെറിയൊരു ചൂട് അതിൽ നിൽക്കുന്ന രീതിയിൽ വരെ ചൂടാറിയാൽ മതി. പിന്നെ ചൂടാറണ വരെയും ഇതിൻ്റെ മേലെ പാട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ സാധാ രീതിയിൽ തൈര് ഉണ്ടാക്കുന്ന സമയത്ത് പാട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും തൈരായിട്ട് അത് റെഡി ആയിട്ട് വരും. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണത് നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, തിക്കായിട്ടുള്ള തൈരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പാട കെട്ടാതെ നോക്കാനായിട്ട് പ്രത്യേകം പറയണത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ പാട വരില്ല. അപ്പോൾ പാൽ അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇവിടെ ഒരൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള തൈരും, ഒന്ന് ലൂസായിട്ടുള്ള അത്ര കട്ടിയില്ലാത്ത തൈരും. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്. ലൂസായിട്ടുള്ള തൈര് 4 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പം ഇതിലേത് ടൈപ്പ് തൈര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് തിക്കായിട്ടുള്ള തൈര് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന ടൈപ്പ് തൈര് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഞാൻ കാണിക്കാൻ പോണത് ഇതുപോലെ ലൂസായിട്ടുള്ള തൈര് നിങ്ങളുടെ കയ്യിലുള്ള സമയത്ത് എങ്ങനെയാണ് ഇതിൽ നിന്നും കട്ടിയുള്ള തൈര് ഉണ്ടാക്കാന്നാണ് ഇപ്പം കാണിക്കാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടേബിൾ സ്പൂൺ തൈര് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു അരിപ്പ വെക്കാം. അടിയിലൊരു പാത്രം കൂടിയിട്ട് വെക്കാം. ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കാം. വെറുതെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. സ്പൂണിട്ട് ഇളക്കുകയോ മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അനക്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഈ തൈരിന് അകത്തു നിന്നുള്ള വെള്ളമൊക്കെ താഴോട്ട് വരികയും കട്ടിയായിട്ടുള്ള ഭാഗം മാത്രം അരിപ്പയിൽ മുകളിൽ നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനെ അരിച്ചു വരാൻ തുടങ്ങും. ഇത് അനക്കാതെ തന്നെ ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ തൈര് ഫുള്ളായിട്ട് ആ വെള്ളം എല്ലാം അരിച്ച് താഴോട്ട് പോയി. എന്നിട്ട് കട്ടിയുള്ള ഭാഗം മാത്രം മേലെയുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പാലിലേക്ക് ചേർക്കാൻ പോണത്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പാലിൽ മിക്സ് ആയിട്ട് വരില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാല് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ആ ചെറിയ ചൂടുള്ള പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതിനകത്ത് ആ ഒരു കട്ടയായിട്ട് കിടക്കുന്ന എല്ലാം ഉടച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കിയതിന് ശേഷം പാലിലേക്ക് ഒഴിക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കിയിട്ട് എല്ലായിടത്തേക്കും മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പോൾ നമ്മുടെ ഒരൊഴിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പാലിന് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കട്ടി തൈരാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരൊഴിക്കൽ കഴിഞ്ഞു. ചെറു ചൂടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പാലിരിക്കണത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മൺചട്ടിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ ഒക്കെ ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഒഴിച്ച ശേഷം ഇനി ഞാനിത് മിക്സ് ഒന്നും ചെയ്യണില്ല കേട്ടോ. ഓൾറെഡി നമ്മളെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏതെങ്കിലും ബോട്ടിലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ അടപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി ടൈറ്റായിട്ട്. ഇതിന് അടപ്പൊന്നുമില്ല ഇതിൻ്റെ. അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് സ്റ്റീലിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. കിച്ചണിലാണ് കേട്ടോ വെക്കണത്.
കാരണം കിച്ചണിലാവുമ്പോൾ ഫാൻ്റെ കാറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തണുപ്പോ ഒന്നും അടിക്കില്ല. ചെറിയൊരു ചൂടും കിട്ടും. ഗ്യാസിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചൂട് കിട്ടുകയും ചെയ്യും. ഇത് തൈരാവാനായിട്ട് ഒരു 7 മുതൽ 12 മണിക്കൂർ വരെ എടുക്കാം. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്, ചൂടും തണുപ്പും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും പെട്ടെന്നാവോ അതോ കുറച്ച് ലേറ്റ് ആയിട്ടാവോ എന്നുള്ളത്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൈരായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തുറന്നൊന്നും നോക്കാൻ പാടില്ല. ഇരുന്നോട് തന്നെ ഇരിക്കുക, അനക്കൊന്നും ചെയ്യരുത്. അതിൻ്റെ പാത്രം ഒന്നും അനക്കരുത്, ബോട്ടിലാണെങ്കിലും അനക്കരുത്. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കരുത് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതൊരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10-11 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം നമുക്ക്. കണ്ടോ, നല്ല കട്ടിയുള്ള തൈരായിട്ട് വന്നിട്ടുണ്ട്. അനക്കൊന്നുമില്ല. ഇതിങ്ങനെ ഷേക്ക് ചെയ്താലും അനങ്ങാത്ത രീതിയിലുള്ള നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു എഫക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം പോലെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും നല്ലതാണ്. ഇവിടെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തൈര് റെഡി ആയിട്ടുണ്ട്. തൈര് കഴിക്കാനുള്ള ആളും റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ പറ്റും. അതിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.